ദേവി, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുന്നു. നാളെ വരും. ആരെ ഫോൺ ചെയ്താൽ പറയണം. ഞാൻ കാറെടുത്ത് പോകുന്നു. നിനക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. നാളെ കാണാം. ബൈ. ഇപ്പോഴെങ്കിലും എന്റെ മുറിയിലേക്ക് കിടക്കണമെന്ന് തോന്നിയില്ലോ? ഞാൻ നിങ്ങൾ പോയോന്നറിയാൻ. പോയതായിരുന്നു. പക്ഷേ എന്തോ ഒരു തോന്നൽ തിരിച്ചു വരണമെന്ന്. ഒരു പക്ഷേ നിനക്കെന്നെ കാണണമെന്ന് തോന്നിയുണ്ടാവാം. നിൽക്കൂ. ഏതായാലും എന്നെ കാണാമെന്നല്ലേ. വരൂ. വിടൂ. ഇത് എന്റെ വീടാണ്. ഏത് മുറിയിലും കയറി ചെല്ലാൻ എനിക്ക് അധികാരമുണ്ട്. അതിനാരും പേടിക്കും വേണ്ട. കറക്റ്റ്. പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനു പേടിച്ചു കുറയ്ക്കുന്നു? നോക്കൂ ദേവി, കഴിഞ്ഞതൊക്കെ മറക്കാം. ഞാനൊരു പുരുഷനാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹമുള്ളത്. നമ്മളിങ്ങനെ അകന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കെന്ത് ലാഭം? ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. നിൽക്കൂ. എന്റെ മുറി പരിശോധിക്കാനാണ് വന്നതെങ്കിൽ ഞാൻ മാറിത്തരാം. എന്റെ മുറിയുടെ വാതിലുകൾ നിനക്ക് വേണ്ടി എന്നും തുറന്നു തന്നെ കിടക്കും. ദേവി, നിൽക്കൂ. ഇവർക്ക് എന്തെങ്കിലും കൊടുത്തുവിടൂ. ദേവി ഏർപ്പാട് ചെയ്ത ആൾക്കാരല്ലേ. വെറും കൈയോടെ പോകുന്ന കഷ്ടമല്ലേ? ഇനിയും വല്ല പ്ലാനും ഉണ്ടോ? എന്താ സർ? ഒന്നുമില്ല. ബിന്ദു പോയി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. കഴിഞ്ഞത്ര സമയം വീട്ടിന് പുറത്ത് കഴിച്ചു കൂട്ടാൻ ശ്രമിക്കാണ് ഞാൻ. അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ കൊല്ലപ്പെടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്നലെ ഇവിടെ ചെറിയൊരു അടി നടന്നു അല്ലേ? ആരാണ് ആ റൗഡികളെ മുറിച്ചോട്ട് കയറ്റിയിരിച്ചതെന്ന് എനിക്കറിയാം. ഏതായാലും അത് വേണ്ടായിരുന്നു. നിങ്ങൾക്കത് പറയാം. പക്ഷേ ഇവിടെ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയാവൂ. എന്റെ എല്ലാ ശ്രമങ്ങളും അയാൾ പരാജയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ എനിക്ക് പോലും ഇപ്പൊ സംശയം തോന്നും. എന്ത്?
മിസ്റ്റർ രാജൻ ദേവിയുടെ ഭർത്താവ് തന്നെയല്ലേ? ഗോപി, ദയവ് ചെയ്ത് നിങ്ങളൊരു ഉപകാരം ചെയ്യൂ. എന്നെ ഒന്ന് കൊന്നു തരൂ. നീതിയും ന്യായവും പ്രസംഗിച്ച് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വീട്ടിൽ ഒരു പറ്റം കൊള്ളക്കാർ വന്നു കയറിയിട്ടും നിങ്ങളുടെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു മിസ്റ്റർ ഗോപി, താങ്ക് യു. ബിന്ദുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ നീയൊന്നും പറയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല ഗോപിയേട്ട. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. അവർ തമ്മിൽ എന്നും വഴക്കാണ്. ഇതിനിടയിൽ ഒരു കാവൽക്കാരിയുടെ ജോലി മാത്രമാണ് എനിക്കുള്ളത്. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു. നീ അടക്കം എല്ലാവരും. ഗോപിയേട്ട, ഒന്ന് ചോദിച്ചോട്ടെ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഗോപിയേട്ടൻ ഈ കാര്യത്തിൽ കാണിക്കുന്ന എന്തുകൊണ്ടാണ്? ദേവിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വെച്ചോളൂ. പക്ഷേ ആ സ്നേഹത്തിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. സർ, കോഫി. ദേവിയാണോ ഗിറ്റാർ വായിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെയും കേട്ടു. നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ, എന്റെ ദേവി. ഇത്ര നന്നായി ഗിറ്റാർ വായിക്കാൻ നീ എന്ന് പഠിച്ചു? പുറമേക്ക് പരിശ്രമമാണെങ്കിലും